ഓൾറൈറ്റ്. സോ നമ്മുടെ ഫിഗർ പ്രകാരം സിമ്പിൾ പൊസിഷൻ നോക്കിയിട്ട് നമുക്ക് പറയാം വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ഓക്കെ, ദാറ്റ് മീൻസ് എഡ്ജ് സി ഡി, and that base edge, that means that base edge which is resting on HP is inclined 40 degree to VP. Okay, അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ദാറ്റ് എഡ്ജ് സോറി 40 അല്ല, എത്രയായിരുന്നു, 30 degree inclined to VP, റൈറ്റ്. ഞാൻ 40 എഴുതിയത്. ഓക്കെ, degree inclined to VP. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു 30 degree inclined to VP എന്നാണ് പറഞ്ഞത്. സോ വെർട്ടിക്കൽ പ്ലെയിനുമായിട്ടുള്ള ആംഗിളാണ്. സോ ഇറ്റ് ഷുഡ് ബി എ ട്രൂ ഇൻക്ലിനേഷൻ. ഓക്കെ, ട്രൂ ഇൻക്ലിനേഷൻ കൊടുക്കുന്നത് നമ്മളെപ്പോഴും ട്രൂ ലെങ്ത്തിനായിരിക്കും. അപ്പോൾ 30 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കാൻ പോകുന്ന BC ഓർ സി ഡി എന്ന് പറയുന്ന എഡ്ജ് ഇപ്പോഴും ട്രൂ ലെങ്ത് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുക. ദാറ്റ് മീൻസ് ഇവിടെ സിമ്പിൾ പൊസിഷനിൽ നമുക്ക് സി ഡിയുടെ ട്രൂ ലെങ്ത് കാണാം. സെയിം ട്രൂ ലെങ്ത് തന്നെയായിരിക്കും ഈ ഒരു C1 D1. ഈ നെയിമിംഗ് മിസ്സായതാണ്, കഴിഞ്ഞ ക്ലാസ്സിലുണ്ടാവും. Just a second. Right. എഡ്ജ് സി ഡി എന്ന് പറയുന്ന സിമ്പിൾ പൊസിഷനിലും ട്രൂ ലെങ്ത് ആണ്. അതുപോലെ ദ ഫസ്റ്റ് ട്രാൻസിഷൻ, ദാറ്റ് മീൻസ് ഇവിടെയും C1 D1 എഡ്ജ് കാണാം. C1 D1 ട്രൂ ലെങ്ത് ആയിരിക്കും. സെയിം ഫിഗർ തന്നെയായിരുന്നു നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്ത് ഇവിടെ ഇൻക്ലൈൻ ചെയ്ത് വരച്ചത്. സ്റ്റിൽ ദ ഡയമെൻഷൻ ഓഫ് സി ഡി ഈസ് ട്രൂ ലെങ്ത്. സോ നമുക്ക് 30 ഡിഗ്രി ഡയറക്റ്റ്ലി സി ഡിക്ക് ട്രൂ ലെങ്ത് എടുത്ത് വരയ്ക്കാം. ദെൻ നമ്മൾ ബാക്കി പോയിൻറ്റ്സ് ഒക്കെ ഇവിടുന്ന് റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയൊരു ഫിഗറിലോട്ടെത്തി. സോ ഫൈനൽ ഫ്രണ്ട് ടോപ്പ് വ്യൂ ഈസ് ഹിയർ. സോ വി നീഡ് ടു ക്രിയേറ്റ് ദ ഫൈനൽ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഫൈനൽ ഫ്രണ്ട് വ്യൂ കിട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഫൈനൽ ടോപ്പ് വ്യൂ നേരെ പ്രൊജക്റ്റ് ചെയ്യുക, വിച്ച് ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. സോ നമുക്കറിയാം ഫ്രണ്ട് വ്യൂ വിൽ ബി ഓവർ ഹിയർ. So project the point starting from A, project A2 towards the front view area, and we have the final front view over here. That means the recent front view. Okay, A1 dash. So project the A1 dash up to here. We will get the new point, which is our A2. Just a second. Okay. Yes, which is our A2 dash. Then going for the second edge, that means B. So project the corner B towards the front view region, and from the recent front view over here, project the B point up to the projection. Then they will get the new point B2 dash, right? B2 dash, that's the point. And the next one again, point C from here, and from the front view C is lying on XY line, so the new point C2 dash will be over here. C2 dash on XY line. ഓക്കെ, പോയിന്റ് മാറിപ്പോരുത്, അടുത്തടുത്ത് പോയിൻറ്റ്സ് വരുമ്പം നമ്മളിത് നോട്ടിലേക്ക് വരയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ XY ആക്സിസിന് കൊടുത്ത ഇൻക്ലിനേഷൻ 40യും ബേസ് എഡ്ജിന് 30ആണ് കൊടുത്തത്. 40 കൊടുത്തപ്പോൾ നമുക്കത് എഡ്ജസൊക്കെ വളരെ അടുത്തടുത്തായിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് ആ ഫിഗർ വരയ്ക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നിങ്ങൾ നോട്ടിലേക്ക് ഫിഗർ മാറ്റി വരയ്ക്കുന്ന സമയത്ത്
ആക്സിസിൻ്റെ ഇൻക്ലിനേഷൻ അറൗണ്ട് 45 ഡിഗ്രി കൊടുക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ഇത് ഉള്ളിലോട്ട് കേൾക്കായിട്ട് കിട്ടും. ഓക്കെ, ആക്സിസ് ഇൻക്ലിനേഷൻ 45. ഞാൻ വീണ്ടും പിന്നീട് മാറ്റി വരയ്ക്കുന്നതിന് മാത്രം നിങ്ങളിത് 45 ഡിഗ്രിയും 30 ഡിഗ്രി ആയിട്ട് വേണം വരയ്ക്കും. ഓക്കെ, സോ നെക്സ്റ്റ് point D, project the point towards the front view, and from the recent front view we have D1 dash here, so it will be on the XY line, which is D2 dash, final point. Okay, then point E over here, corner E, and from the front view it will be here. Yeah, E2 dash. Okay, so all the base corners are completed. Then go for the apex, which is O2 dash. Project the O2 towards the front view, and from the recent front view project O1 dash towards the front view point, so which will be our O2 dash, the apex point. Okay, then we have one more point over here, that means our M2. Okay, M2 dash. From here this would be the point, right? Okay, this one, right? So we have plotted the final front view points. Okay, final front view corners only. We didn't get any edges because some of the edges may be visible and some of them are hidden, so we should find out the visibility of every edges, right? So നമ്മളെപ്പോഴും എടുക്കുന്ന ഇത് തന്നെ, നമ്മളെ കയ്യിലുള്ള ഫൈനൽ പോയിൻറ്റ്സ്, അതിലേറ്റവും ബൗണ്ടറിയിൽ വരുന്ന എല്ലാ എഡ്ജസും വിസിബിൾ ആയിരിക്കും. ഓക്കെ, ദ എഡ്ജസ് വി ക്യാൻ ഡ്രോ around the boundary will be visible. So I'm going for thick lines. Okay, ഇതൊരു ഫൈനൽ വ്യൂ ആയതുകൊണ്ട് തന്നെ തിക്ക് ലൈൻസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഏറ്റവും ബൗണ്ടറിയിൽ വരുന്ന പോയിൻറ്റ്സ്, ഇപ്പോൾ പോയിൻറ്റ്സ് മാറിപ്പോകാതെ ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് ഐ എം ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം ഇ. ഫോർ എക്സാമ്പിൾ ഇയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പോയിൻ്റ് ഇതാണ്. ഓക്കെ, ദിസ് വൺ. ഓക്കെ, ദിസ് വൺ, റൈറ്റ്, ദിസ് വൺ. ഓക്കെ, ഞാൻ ജസ്റ്റ് E2O ഒരു പോയിൻ്റ് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കിയത്, ബട്ട് എ പോയിൻ്റ് ഈസ് ബിയോണ്ട് ദ ബൗണ്ടറി. സോ നമുക്ക് എന്തായാലും എയിലൂടെ മാത്രമേ നമുക്ക് ഒരു പോയിൻ്റ്, ഒരു എഡ്ജ് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ അതിന് മുമ്പായിട്ട് നമ്മളെ കയ്യിലുള്ള ഈ ഒരു പോയിൻറ്റിനെ എടുത്തിട്ട് പരമാവധി ഫിഗറിൻ്റെ പുറത്ത് വരയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും പോസിബിൾ ആയിരിക്കില്ല, പറ്റുവാണെങ്കിൽ. ഓക്കെ, സോ ഇറ്റ്സ് ദ പോയിൻറ്റ് ഇ ഫ്രം E2A, റൈറ്റ്? ആക്ച്വലി എൻ്റെ മൗസ് ഇവിടെ സ്നാപ്പ് ചെയ്യുന്നത് എക്സാക്റ്റ് എനിക്ക് ആ പോയിൻ്റ് കിട്ടുന്നില്ല. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ആ ഒരു പോയിൻ്റ് തന്നെ കൃത്യമായിട്ട് സ്നാപ്പ് ചെയ്ത് വരക്കേണ്ടി വരും. ഓക്കെ, ഓക്കെ, എനിക്ക് ആ പോയിൻ്റ് എക്സാക്റ്റ് സ്നാപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അറൗണ്ട് ഹിയർ. ഓക്കെ, റൈറ്റ്. ദെൻ അടുത്ത ബൗണ്ടറിയിൽ വരുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് എഡ്ജ്. ദാറ്റ് മീൻസ് O2A വിൽ ബി ഇൻ ബൗണ്ടറി, ആൻഡ് B point നോക്കാം. എക്സാക്ട് B പോയിൻ്റ് എന്ന് പറയുന്നത് പോയിൻ്റ് B. സോ ദിസ് വൺ, റൈറ്റ്. പോയിൻ്റ് B ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ദിസ് ലൈൻ ആൻഡ് ഓവർ ഹിയർ ഇവിടെ വരെ. ഓക്കെ, ഇതായിരിക്കില്ലേ B, right? O to B നമ്മൾ ഇതുപോലെയാണ് എഡ്ജ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. ബട്ട് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമുക്കൊരു പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് C, റൈറ്റ്? പോയിൻ്റ് സിയുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ പോയിൻ്റ് C ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ആൻഡ് അപ് ടു ദ XY ലൈൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ എന്തായാലും പോയിൻ്റ് C ഉണ്ട്. നമുക്ക് പോയിൻറ്റ്സ് കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ദിസ് വിൽ ബി ദ C and this might be the B, right? So ബിയിലേക്കൊരു എഡ്ജ് വരച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് പറയാം
റൈറ്റ്. സി വിൽ ബി ബിയോണ്ട് ദ ബൗണ്ടറി. സോ നമുക്ക് ആദ്യം എന്തായാലും ഒ ടു സി ഒരു ബൗണ്ടറി ലൈൻ ജോയിൻ ചെയ്യാം. ദെൻ സി ടു ഡി പോയിൻ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ദെൻ ഡി ടു ഇ. ഓക്കെ, ലൈക്ക് ദിസ്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത് ഏറ്റവും ബൗണ്ടറിയിൽ വരുന്ന എഡ്ജസ്. സോ നമ്മൾ പറഞ്ഞു ഏറ്റവും ബൗണ്ടറിയിൽ വരുന്ന എഡ്ജസ് എല്ലാം വിസിബിൾ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത എന്തായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നെക്സ്റ്റ് പോയിന്റ്, എഡ്ജിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ എങ്ങനെയായിരുന്നു തീരുമാനിച്ചിരുന്നത്? ഹലോ, നമുക്കിവിടെ ആക്സിസ് ഉണ്ടായിരുന്നു ഓൾറെഡി. അതിൻ്റെ മേലെ എഡ്ജ് വരുന്നതുകൊണ്ട് നമുക്ക് ആക്സിസ് കാണില്ല. സോ ആ ആക്സിസ് എടുത്തൊന്ന് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക, കാരണം അവിടെ ആക്സിസ് ഉണ്ടെന്ന് കാണാൻ വേണ്ടി. റൈറ്റ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദ എഡ്ജസ് ഇൻ ബിറ്റ്വീൻ ആക്സിസ് ആൻഡ് ദി എക്സ് വൈ ലൈൻ. ഓക്കെ, നമ്മളിപ്പോൾ ഫൈനൽ ഫ്രണ്ട് വ്യൂവിൻ്റെ വിസിബിലിറ്റിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ, ഓക്കെ, ഫൈനൽ വ്യൂ എടുക്കുക. ദാറ്റ് മീൻസ് ഫ്രം ഹിയർ. സോ ഈ ഒരു ഫൈനൽ ടോപ്പ് വ്യൂവിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഈ ഫൈനൽ ഫ്രണ്ട് വ്യൂയുടെ വിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്, വിസിബിൾ ഓർ എഡ്ജ് ഹിഡൻ. റൈറ്റ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദ ബൗണ്ടറി എഡ്ജസ് വിൽ ബി വിസിബിൾ. ദ സെക്കൻഡ് വൺ, ദ എഡ്ജസ് ഇൻ ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് ആക്സിസ്. ഓക്കെ, എക്സ് വൈ ആൻഡ് ആക്സിസിൻ്റെ ഇടയിൽ വരുന്ന എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും റീജിയനിൽ വരുന്ന ആൾക്കാർ. ഓക്കെ, ഈ ഒരു റീജിയൻ. റൈറ്റ്. ഓക്കെ, നോക്കാം ഏതൊക്കെയായിരുന്നു എഡ്ജസ് ഉള്ളത്. ഓരോന്നായിട്ട് തുടങ്ങാം. എഡ്ജ് ലിയാന കേൾക്കാമല്ലോ? ഓക്കെ, ഏതൊക്കെയായിരുന്നു എഡ്ജസ് ഇൻ ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് ആക്സിസ്? ജസ്റ്റ് എ സെക്കൻഡ്. ഇ ഒ ഓർ ഒ ഇ. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഒ ഇ വിൽ ബി ഹിഡൻ. ഓക്കെ, എക്സ് വൈ ആൻഡ് ആക്സിസിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്ന എഡ്ജസ് എല്ലാം ഹിഡൻ ആയിരിക്കും. സോ ഒ ഇ. Okay, sorry. Okay, OE will be hidden. So ഫൈനൽ എഡ്ജസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്കത് തിക്ക് ലൈൻസ് വെച്ചിട്ട് ഡാഷ്ഡ് തിക്ക് ലൈൻസ്, ഓക്കെ, ഇക്യു സ്പേസ്ഡ് ആയിട്ടുള്ള ഇക്യു ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ലൈൻസ് വെച്ചിട്ട് ജോയിൻ ചെയ്യാം. സോ ഒ ഇ വിൽ ബി ഹിഡൻ. ദെൻ ലിയാന, നെക്സ്റ്റ് വൺ, ദ എഡ്ജസ് ഇൻ ബിറ്റ്വീൻ എക്സ് വൈ ആൻഡ് ആക്സിസ്. ജസ്റ്റ് എ സെക്കൻഡ്. എ ഇ. ഓക്കെ, ആക്സിസ് ഇതാണ്. ഓക്കെ, സോ ആക്സിസിൻ്റെ എക്സ് വൈൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എ ഇ എന്ന് പറയുന്ന എഡ്ജ് വരുന്നത്. ബട്ട് എ ഇ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് സ്റ്റെപ്പിൽ വിസിബിൾ ആണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സോ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ദ നെക്സ്റ്റ് വൺ, നെക്സ്റ്റ് എഡ്ജ്. പിന്നെ ഹലോ, ലിയാനോ? Yes, sir. Edges in between XY and axis. Okay, OE, right? Then AE. പിന്നെ OD വരുമോ?
OD. Exactly. OD is in between X, Y, and axis. Okay. OD also. That means I'm talking about the O2 D2. Right. OD. Capital OD. That means capital O2 D2 will be X, Y, and axis in between ആയിരിക്കും OD. നമുക്ക് ആ എഡ്ജ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം OD നമ്മൾ ഇതുവരെ വരച്ചിട്ടില്ല. സോ OD will be hidden. Right. OD. Okay. Hidden ആണ്. So dashed thick lines. ഓക്കെ ദെൻ എഡ്ജസ് കഴിഞ്ഞു. ഇനി ബാക്കിയുണ്ടോ OE OD AE അഗെയിൻ വേറെ ആരൊക്കെ ഉണ്ടാവും? ഒരാൾ കൂടെ പോസിബിൾ ആണ്. ED എഡ്ജ് ED കാണാൻ പറ്റുന്നുണ്ടോ? E2D ഇവിടെ ഒരു എഡ്ജ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ ED അതുപോലെ തന്നെ XY2 ആക്സിസിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരും. ഓക്കെ ED ഓൾറെഡി നമ്മൾ വിസിബിലിറ്റി മാർക്ക് ചെയ്ത് കഴിഞ്ഞതാണ് ഫ്രം ദ ബൗണ്ടറി കണ്ടീഷൻ. റൈറ്റ്. പിന്നെ വേറെ എഡ്ജസ് ഒന്നുമില്ല. നോക്കാം. CD ഒരു പകുതി പോർഷൻ മാത്രമേ കിടക്കുന്നുള്ളൂ, ബാക്കി പകുതി അടുത്ത സൈഡിലാണ്. സോ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ്സ് എനഫ്. റൈറ്റ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? തേർഡ് വൺ എന്തായിരിക്കും ലിയാന? നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ബൗണ്ടറിയിലുള്ള എല്ലാവരും വിസിബിൾ ആക്കി വെച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ ആക്സിസിൻ്റെയും XYൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന എഡ്ജസ് ഒക്കെ ഹിഡൻ ആണെന്ന് പറഞ്ഞു. ദെൻ തേർഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെക്ക് ചെയ്യും? വിസിബിൾ ആണോ ഹിഡൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് നോക്കും? പിന്നെ നമുക്കിനി എഡ്ജസ് ബാക്കിയുണ്ട്. നോക്കി, ഈ ഒരു ഫിഗറിൽ ഇനി നമ്മൾ എഡ്ജസ് വരയ്ക്കാൻ ബാക്കിയുണ്ട്. ലൈക്ക് AB നമ്മൾ എഡ്ജ് വരച്ചിട്ടില്ല ഇതുവരെ. AB ഈസ് ആൻ പോസിബിൾ എഡ്ജ്. AB എന്ന് പറഞ്ഞൊരു എഡ്ജ് പോസിബിൾ ആണ്. അതുപോലെ BC നമ്മൾ വരച്ചിട്ടില്ല. അതുപോലെ OB എഡ്ജ് നമ്മൾ വരച്ചിട്ടില്ല. അങ്ങനെ 3 എഡ്ജ് ഇനിയും ബാക്കിയുണ്ട്. AB BC ആൻഡ് OB വിസിബിൾ ആണോ ഹിഡൻ ആണോ എന്ന് അറിയാതെ ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പോൾ എന്ത് ചെയ്യും? സോ നമ്മൾ അന്ന് പറഞ്ഞ താങ്ക്സ് ലിയാന. നമ്മളന്ന് പറഞ്ഞ കുറച്ച് സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ ബൗണ്ടറിയിൽ വരുന്ന എഡ്ജസ് എല്ലാം വിസിബിൾ ആയിരിക്കും. ദ സെക്കൻഡ് വൺ ദ എഡ്ജസ് ഇൻ ബിറ്റ്വീൻ XY ആൻഡ് ആക്സിസ് വിൽ ബി ഹിഡൻ. ദ തേർഡ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്ത എഡ്ജസ്. ദാറ്റ് മീൻസ് ദ എഡ്ജസ് ബിയോണ്ട് ഓർ ഔട്ട്സൈഡ് ദ ഏരിയ ഓഫ് XY ആൻഡ് ആക്സിസ്. നമ്മൾ ഈ ഒരു XYൻ്റെ ആക്സിസിൻ്റെയും ഇൻസൈഡ് ഏരിയ മാത്രമേ പറഞ്ഞത്. അതിൻ്റെ ബിയോണ്ട് ആയിട്ട് വരുന്ന പോർഷൻ, ഓക്കെ, ഔട്ട്സൈഡ് ദ ഏരിയ ഓഫ് XY ആൻഡ് ആക്സിസ്, ഇവരൊക്കെ വിസിബിൾ ആയിരിക്കും. ഓക്കെ, ഈ എത്ര എഡ്ജസ് വിസിബിൾ ആയിരിക്കും നോക്കാം. XY ആൻഡ് ആക്സിസിൻ്റെ പുറത്ത് വരുന്ന എഡ്ജസ്, ദാറ്റ് മീൻസ് OB. ഓക്കെ, OB എന്ന് പറയുന്നത് ആക്സിസിന് പുറത്താണ് വരുന്നത്. അതുപോലെ OC നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. OB വിൽ ബി വിസിബിൾ എന്ന് പറഞ്ഞു. ഓക്കെ, OB ഈസ് ബിയോണ്ട് ദി ഏരിയ, സോ OB വിൽ ബി വിസിബിൾ. സോ OB will be visible. Right. Then അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് OC will be visible. ബട്ട് OC നമ്മൾ ഓൾറെഡി വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. OCയുടെ കാര്യം ഇനി നോക്കേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത എഡ്ജ് എന്ന് പറയുന്നത് BC is also beyond the area of in between XY and axis. So BC will be visible. The BC ഒരു എഡ്ജ് പോസിബിൾ ആണ്. സോ BC വിസിബിൾ പോസിബിൾ ആണ്. ഒരു എഡ്ജ് കൂടെ ബാക്കി കിടക്കുന്നുണ്ട്, AB ഈസ് ഓൾസോ വിസിബിൾ. കാരണം XYൻ്റെ പുറത്താണ്, ആക്സിസിൻ്റെ പുറത്താണ് വരുന്നത്. സോ AB ഈസ് ഓൾസോ വിസിബിൾ. സോ നമ്മളെല്ലാ സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മളെ ഫിഗർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ഫൈനൽ ഫ്രണ്ട് വ്യൂ ഫിഗർ എല്ലാ എഡ്ജസും ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് 5 ബേസ് എഡ്ജസ് ABCDE എല്ലാ എഡ്ജസും നമ്മൾ വരച്ചിട്ടുണ്ട്. ദെൻ 5 സ്ലാൻഡ് എഡ്ജസ് OA, OB, OC, OD ആൻഡ് OE എല്ലാ എഡ്ജസും നമ്മൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഒരാൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തായിരിക്കും അത്? എന്തായിരിക്കും? ഇനി ഒരു ഫീച്ചർ കൂടെ വരയ്ക്കാൻ ബാക്കിയുള്ളത് എക്സാക്ട്ലി O to M. ദാറ്റ് മീൻസ് അവർ ആക്സിസ്
ആക്സിസ് നമ്മൾ വരച്ചിട്ടില്ല. എം പോയിന്റ് പ്രൊജക്റ്റ് ചെയ്തിട്ട് ഇതാണ് ആക്സിസ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാവുന്ന കാര്യത്തിൽ ആ പോയിന്റ്സ് കോർണേഴ്സ് വേണമെങ്കിൽ വരച്ചു വെക്കാം. എം എന്ന് പറയുന്നത് കോർണർ അല്ല, ഇറ്റ്സ് ആൻ ഇമാജിനറി പോയിന്റ്. സോ O to M ആക്സിസ് ആണ്. സോ എല്ലാ ഫിഗറിലും ഫ്രം ദ സിമ്പിൾ പൊസിഷൻ ടു ദ ഫൈനൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ എല്ലാ ഫിഗേഴ്സിലും ആക്സിസ് കൂടെ നമ്മൾ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ, എല്ലാ എഡ്ജസും കംപ്ലീറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ആക്സിസും നമ്മൾ എല്ലാ ഫിഗറിലും കാണിച്ചിരിക്കണം. O to M ആക്സിസ് വിൽ ബി ഡ്രോൺ ബൈ ചെയിൻ തിൻ ലൈൻ. ഓക്കെ, ചെയിൻ തിൻ ലൈൻ, തിൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് 2H പെൻസിൽ വെച്ചായിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ചെയിൻ തിൻ ലൈൻ. അത് നമ്മുടെ സോളിഡിൻ്റെ പുറത്തേക്ക് വരച്ചു കഴിഞ്ഞാലും തെറ്റില്ല. ഓക്കെ, ദിസ് വിൽ ബി അവർ ഫൈനൽ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ, അല്ലെങ്കിൽ നമ്മളെ ഫൈനൽ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യം നമ്മുടെ കണ്ടീഷൻ അനുസരിച്ച്, ഫിഗറിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ സിമ്പിൾ പൊസിഷൻ ഫിക്സ് ചെയ്യും. ദെൻ അതിൽ നിന്ന് ഫസ്റ്റ് ഇൻക്ലിനേഷൻ എങ്ങനെയാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. വീണ്ടും അടുത്ത ഫിഗറിൽ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാം. സെക്കൻഡ് സെറ്റ് ഓഫ് ഫിഗർ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് പറഞ്ഞു. ദെൻ അടുത്ത സെറ്റ് ഓഫ് ഇൻക്ലിനേഷൻ. ഓരോ തവണയും നമ്മൾ വിസിബിലിറ്റി ആൻഡ് ഹിഡൻ നമ്മൾ ഓരോ തവണയും ചെക്ക് ചെയ്യേണ്ടിയും വരും. ഓക്കെ, ഇതിലിപ്പോൾ സെക്കൻഡ് സെറ്റ് ഓഫ് ഫിഗറിൽ ടോപ്പ് വ്യൂവിന് പേര് നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നു, അത് പിന്നീട് ഇറേസ് ചെയ്ത് പോയതാണ്. ദ ടോപ്പ് വ്യൂ സ്റ്റാർട്ടിങ് ഫ്രം ABCD ആൻഡ് യു ക്യാൻ നെയിം ഇറ്റ് ആസ് A1, B1, C1 ആൻഡ് D1. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചും സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് മീൻസ് A2 B2ൽ സിമ്പിൾ പൊസിഷൻ വരച്ച് അടുത്ത ഫിഗറിൽ A1 B1 കൊടുത്ത് ഫൈനൽ ഇൻക്ലിനേഷനിൽ നമുക്ക് ABCയിൽ എൻഡ് ചെയ്യാം. പക്ഷേ ഒരിക്കലും നമ്മുടെ ഫിഗറിൽ നമ്മളോട് പറയുന്നില്ല പെൻറ്റഗണൽ പിരമിഡ് ABCD എന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഫൈനൽ ഫിഗറിൽ ABCD തന്നെ വരണമെന്നില്ല. നമ്മൾ ലൈനിൽ അങ്ങനെയല്ലേ പറഞ്ഞത്, A1 B1 ഒക്കെ നമ്മൾ ഇമാജിനറി പോയിൻറ്റ്സിന് കൊടുത്തു, ഫൈനൽ പോയിൻറ്റ്സിന് നമ്മൾ സ്മോൾ ലെറ്റർ AB ഓർ സ്മോൾ ലെറ്റർ A', B' കൊടുത്തു. കാരണം അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ AB, ലൈൻ CD. ഇവിടെ ഇപ്പോൾ സോളിഡിൻ്റെ പേരൊന്നും പറഞ്ഞിട്ടില്ല. സോ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നെയിം ചെയ്യാം, ABCD, A1 B1 ഓർ A2 B2, whatever it is. ഓക്കെ, ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മൾ ഓരോ ദിവസവും ചെയ്ത പ്രോബ്ലംസ് അന്ന് തന്നെ നിങ്ങളുടെ നോട്ടിലേക്ക് വളരെ നീറ്റായിട്ട്, ഓക്കെ, ഏതൊക്കെയാണോ H പെൻസിൽ, ഏതൊക്കെയാണോ 2H പെൻസിൽ, ഏതൊക്കെയാണോ ടൈപ്സ് ഓഫ് ലൈൻ, ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വരച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഈ ഫിഗറിൽ ആക്സസ് ഉണ്ടായിരുന്നു, അതും ഓൾറെഡി റൈസ് ചെയ്ത് പോയി. സോ എല്ലാ ഫിഗറിലും ആക്സസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ഫിഗറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഓൾറെഡി ഇവിടെ OA എന്ന് പറഞ്ഞൊരു എഡ്ജ് ഉണ്ട്, അതിൻ്റെ പിന്നിലാണ് ആക്സസ് കിടക്കുന്നത്. സോ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പുറത്തേക്ക് ആക്സസ് വരച്ചു കൊടുക്കാം. എന്തായാലും എഡ്ജിനായിരിക്കണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, ആക്സസും എഡ്ജും ഒരേ ലൈനിൽ വരികയാണെങ്കിൽ എഡ്ജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, ബട്ട് ആക്സസ് നമ്മൾ കാണിച്ചിരിക്കണം. സോ ജസ്റ്റ് എക്സ്റ്റെൻഡ് ദ ആക്സസ് ടുവേർഡ്സ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. ഓക്കെ, സോ നമുക്കൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലൂടെ പോകാം. റൈറ്റ്, അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ, എ പെൻറ്റഗണൽ പിരമിഡ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മുടെ സോളിഡ് ഏതാണെന്ന് പറഞ്ഞിട്ടാണ്. എ പെൻറ്റഗണൽ പിരമിഡ്, പെൻറ്റഗൺ ആണ്, ദാറ്റ് മീൻസ് ദ ബേസ് ഈസ് പെൻറ്റഗൺ വിച്ച് ഈസ് ഹാവിംഗ് 5 corners ആൻഡ് ഈസ് എ പിരമിഡ്. സോ എ കോമൺ കൺവേർജിങ് പോയിന്റ് vertex will be there or apex. Right, pentagonal pyramid, edge of base or base edge is 25 mm. That means the length of AB, BC, CD, DE, etc. is 25 mm and height is 60 mm. Height means the axis height or length of the axis, or which may call it altitude also. Okay, altitude എന്ന് പറയാം, which is 60 mm. Right, so നമ്മൾ ആക്സിസിന് പേര് കൊടുക്കുമ്പോൾ മേ ബി ക്യാപിറ്റൽ OM. So the length of axis is OM and the condition starting resting on one of its just a second, one of the base corner. Okay, base corner. Right, resting on a, oh, okay, it's there already, sorry. Resting on a corner, ഓൾറെഡി അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ എ കോർണർ, ഒരു കോർണറിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. ഓഫ് ഇറ്റ്സ് ബേസ്, കോർണേഴ്സ് തന്നെ ബേസിലും ഉണ്ട്, അതുപോലെ ഒരു എപ്പെക്സ് എന്ന് പറഞ്ഞ ഒരു കോർണറും ഉണ്ട്, അതൊരു കോർണറാണ്, വിച്ച് ഈസ് എ പോയിന്റ് ഓൾസോ. റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ് ഇൻ സച്ച് എ വേ ദാറ്റ്, റൈറ്റ്, സോ നമുക്ക് എവിടെയാണ് റെസ്റ്റ് ചെയ്യുന്നതെന്നുള്ള കണ്ടീഷൻ പറഞ്ഞു. ഓക്കെ, റെസ്റ്റിംഗ് ഓൺ എ കോർണർ ഓഫ് ഇറ്റ്സ് ബേസ്
ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഒരു കോർണറിലാണ്. ഓക്കെ, ഓൺ എച്ച് പി ഓർ വി പി കണ്ടീഷൻസ് പറഞ്ഞിട്ടില്ല. സോ നമുക്ക് റാൻഡമായിട്ട് എടുക്കാം. ദ ബേസ് കോർണർ ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. കണ്ടീഷൻ എടുത്ത് പറഞ്ഞിട്ടില്ല എച്ച് പിയിലാണോ വി പിയിലാണോ, ബട്ട് ഇറ്റ്സ് ബൈ ഡിഫോൾട്ട് വിച്ച് ഇസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. അപ്പോൾ നമുക്ക് നോക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. റൈറ്റ്, റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ഫിഗറാണ് അതിൻ്റെ സിമ്പിൾ പൊസിഷൻ എന്ന് പറയുന്നത്. ടോപ്പ് വ്യൂ. റൈറ്റ്, സോ എച്ച് പിയിൽ ഒരു കോർണർ റെസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യും? ദ കംപ്ലീറ്റ് ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന അസംഷനിലായിരിക്കും നമ്മൾ സിമ്പിൾ പൊസിഷൻ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, വൺ ഓഫ് ദ കോർണർ കഴിഞ്ഞ പ്രോബ്ലത്തിലായിരുന്നെങ്കിൽ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്നായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? ദ ഹോൾ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി എന്ന അസംഷനിൽ സിമ്പിൾ പൊസിഷൻ വരച്ചു. ഇവിടെ അതുപോലെ തന്നെ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഈസ് റെസ്റ്റിംഗ് ഓൺ എച്ച് പി. ദാറ്റ് മീൻസ് വി ക്യാൻ അസ്യൂം ദാറ്റ് all the base corners or complete base is resting on HP in simple position. അത് പിന്നീട് മാറും. ഓക്കെ, സിമ്പിൾ പൊസിഷനിൽ നമ്മൾ വരച്ചു. അങ്ങനെയാണെങ്കിൽ ഓൺ എച്ച് പിയിൽ കംപ്ലീറ്റ് ബേസ് റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സീ ദ ഷേപ്പ് ഓഫ് ദ ബേസ് ഫ്രം ടോപ്പ് വ്യൂ. എച്ച് പിയിലാണ് ബേസ് റെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ടോപ്പ് വ്യൂവിലായിരിക്കും ഈ പറഞ്ഞ വ്യൂ കാണാൻ പറ്റുന്നത്, പെൻറ്റഗൺ. സോ വി ഡിസൈഡഡ് ദാറ്റ് our top view will be below the XY line. Okay, so the base is resting on HP. അങ്ങനെയാണെങ്കിൽ ഇതാ XY ലൈൻ ഇവിടെ കാണാം. ഓക്കെ, XY ലൈൻ ഇതാണ് എച്ച് പിയിലാണ് റെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ബിലോ ദി XY ലൈൻ നമുക്ക് നമ്മുടെ പെൻറ്റഗൺ കാണാം. ഈ പെൻറ്റഗൺ തന്നെ നമുക്ക് പല ഓറിയൻറ്റേഷനിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. റൈറ്റ്, ഇപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ടാണ്. അത് കണ്ടീഷനൊന്നും ക്വസ്റ്റനിൽ തന്നിട്ടില്ല, ഞാൻ പറയുകയാണ്. വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ഓർ പെർപെൻഡിക്കുലർ ടു XY ആയിട്ടാണ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. റൈറ്റ്, അതും ലെഫ്റ്റ് സൈഡിൽ നമ്മളോട് പറഞ്ഞു വൺ ഓഫ് ഇറ്റ്സ് കോർണറിൽ വേണം റെസ്റ്റ് ചെയ്യാൻ. സോ നമ്മൾ എന്ത് ചെയ്തു? ആ റെസ്റ്റ് ചെയ്യേണ്ട കോർണർ എടുത്തിട്ട് നേരെ റൈറ്റ് സൈഡിലായിട്ട് പ്ലേസ് ചെയ്തു, സോളിഡിൻ്റെ റൈറ്റ് സൈഡ് ഇൻ സിമ്പിൾ പൊസിഷൻ. ഓക്കെ, തൊട്ട് മുമ്പിലത്തെ പ്രോബ്ലം ഓർമ്മയുണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞു റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജ് എന്ന് പറഞ്ഞായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. സോ I just place the base edge, the resting base edge on the right side of the figure. Right, and perpendicular to the XY. ഞാൻ അങ്ങനെയാണ് പ്ലേസ് ചെയ്തത്, കൃത്യമായിട്ടൊരു ഓറിയൻറ്റേഷൻ കിട്ടാൻ വേണ്ടി. ഓക്കെ, ഇവിടെ റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് കോർണർ ഓൺ എച്ച് പി. സോ I just place the corner on the right side of the solid and kept one of the base edge which is perpendicular to XY. അത് മറ്റൊന്നിനുമല്ല, എനിക്ക് ഈ കോർണർ കുറച്ച് താഴെയായിട്ടോ മുകളിലായിട്ടോ ഒക്കെ വെക്കാൻ പറ്റും. ബട്ട് ഒരു എക്സാക്റ്റ് ഓറിയൻറ്റേഷൻ കിട്ടാൻ വേണ്ടി ഞാനൊരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ആയിട്ട് വെച്ചു. റെസ്റ്റ് ചെയ്യാൻ പോകുന്ന കോർണർ എടുത്ത് റൈറ്റ് സൈഡ് വെച്ചു. മറ്റൊന്നിനും കൊണ്ടല്ല, നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീച്ചർ, മേ ബി എ കോർണറിൽ തന്നെ റെസ്റ്റ് ചെയ്തിട്ട് നമുക്കതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സെക്കൻഡ് ഫിഗർ കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓൾ റൈറ്റ്, സോ ആ ഒരു സൗകര്യത്തിന് വേണ്ടി ഐ ജസ്റ്റ് കെപ്റ്റ് ദ വൺ ഓഫ് ദ കോർണർ ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഫിഗർ. ഓക്കെ, സോ നമ്മുടെ സിമ്പിൾ പൊസിഷൻ ആദ്യം തീരുമാനിച്ചു, പെൻറ്റഗൺ ആയിരിക്കും. സോ നമ്മൾ XY ലൈൻ്റെ താഴെയാണ് വരയ്ക്കുന്നത്, ബിക്കോസ് വി അസ്യൂം ദാറ്റ് ഓൾ ദ ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. സോ സിമ്പിൾ പൊസിഷൻ ഇതുപോലെ വരും. സോ നമുക്ക് സിമ്പിൾ പൊസിഷൻ വെച്ചൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ലൈക്ക് ഒരു XY ലൈൻ. ഓക്കെ, ഷേപ്സ് ഒരു പെൻറ്റഗൺ ആയിരുന്നു. പെൻറ്റഗൺ. ഓക്കെ, ഓക്കെ, സോ ഓറിയൻറ്റേഷൻ പല ഓറിയൻറ്റേഷനിൽ വെക്കാം. നമുക്ക് ഒരു കോർണറിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കോർണർ എടുത്ത് ഞാൻ റൈറ്റ് സൈഡ് വെച്ചു. ഓക്കെ, തൊട്ട് മുമ്പിലത്തെ ഓറിയൻറ്റേഷൻ ഇങ്ങനെയായിരുന്നു. ഒരു എഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഡ്ജിനെടുത്ത് റൈറ്റ് സൈഡിലോട്ട് വെച്ചു. ഓക്കെ, സോ ലൈക്ക് ദിസ്. ഓക്കെ, റൈറ്റ്, നമുക്കതിൻ്റെ ലെങ്ത്ത്, എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് 25 ആണെന്ന് തന്നിട്ടുണ്ട്. സോ 25 വാല്യൂ ഒന്ന് ഡയമെൻഷൻ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ,
ഓക്കെ, ഇറ്റ്സ് ഓൾമോസ്റ്റ് 25. നിങ്ങൾ മെഷർ ചെയ്യുന്ന സമയത്ത് എക്സാക്റ്റ് തന്നെ മെഷർ ചെയ്ത് വെച്ചേക്കുക. എനിക്കിവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഓക്കെ, സോ റൈറ്റ്. ഓക്കെ, സോ നമ്മൾ സിമ്പിൾ പൊസിഷനിലുള്ള ബേസ് അവിടെ ഫിക്സ് ചെയ്തു. ദെൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് നെയിമിങ് ദ കോർണേഴ്സ്. ഓക്കെ, സോ നമ്മൾ ബേസ് കോർണേഴ്സിന് പേര് കൊടുക്കാൻ പോകുന്നത് A, B, C, D, and E. ഓക്കെ, സോ നെയിം ചെയ്യാൻ വേണ്ടി കോമൺ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് മേ ബി സ്റ്റാർട്ടിങ് ഫ്രം ദ നെയിമിങ് ഫ്രം ദി ലെഫ്റ്റ് സൈഡ്, ഫ്രം ദി എക്സ്ട്രീം ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സോളിഡ്. ദാറ്റ് മീൻസ് ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന കോർണർ ഇയാളുണ്ട്, ഈ ഒരു കോർണറുണ്ട്. ഓക്കെ, അതിൽ തന്നെ ഏറ്റവും വിസിബിൾ ആയിട്ടുള്ള കോർണറിനായിരിക്കും ഏറ്റവും ഫസ്റ്റ് നെയിം ചെയ്യാൻ പോകുന്നത്. ദാറ്റ് മീൻസ് ടോപ്പ് വ്യൂ ആണിത്, ബട്ട് സ്റ്റിൽ കൺസിഡറിങ് ഫ്രണ്ട് വ്യൂ കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്നായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ നോക്കുന്നത്. സോ ദ ഫസ്റ്റ് കോർണർ ഇത് ഞാൻ എ കോർണർ പേര് കൊടുത്തു. ദെൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ബാക്കി കോർണേഴ്സിന് നെയിം ചെയ്യും. ഈ കോർണർ ബി ആൻഡ് corner C, corner D, and corner E. ഓക്കെ, സോ ബേസ് കോർണേഴ്സ് കംപ്ലീറ്റ് നെയിം ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആവശ്യം ഇതിൻ്റെ ആക്സിസ് OM മാർക്ക് ചെയ്യണം. OM ടോപ്പ് വ്യൂ വരക്കണം. സോ OM എന്ന് പറയുന്ന കോർണേഴ്സ് ഏത് കോർണർ ആയാലും കണ്ടെയ്ൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ജോമെട്രിക് സെൻറ്ററിലായിരിക്കും. സോ ആദ്യം ജോമെട്രിക് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. ജോമെട്രിക് സെൻറ്റർ കണ്ടുപിടിക്കാൻ ഏതെങ്കിലും ഒരു കോർണറിന് അതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജിലേക്ക് പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഒരു നോർമൽ ഓക്കെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ എപ്പെക്സ് ഓർ ദി ആക്സിസ് പോയിൻറ്റ് കിട്ടും. സോ ഈ കിട്ടിയിരിക്കുന്ന പോയിൻ്റ് ആയിരിക്കും നമ്മുടെ ആക്സിസ് ഓർ apex and the point M. So apex is visible actually, and comma the point M is hidden. Okay, ഇതായിരിക്കും points O and M. Right, ഇനി നമുക്ക് ബാക്കി സ്ലാൻഡ് എഡ്ജസ് കൂടെ ടോപ്പ് വ്യൂവിൽ കാണാം. ഓക്കെ, സോ ദാറ്റ് മീൻസ് O2A and O2B, O2C, O2D, just a second, and O2E. OE ഓൾറെഡി നമ്മൾ വരച്ചിട്ടുള്ള ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ ലൈൻ ആയിരുന്നു, അത് തന്നെ മതിയാവും. ബാക്കിയുള്ള രണ്ടുപേരും നമ്മൾ ജോമെട്രിക് സെൻറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി വരച്ച ലൈൻസ് ആണ്. ഓക്കെ, കീപ് ഇറ്റ് ആസ് ഇറ്റ് ഈസ്. സോ ദ ടോപ്പ് വ്യൂ ഈസ് കംപ്ലീറ്റഡ്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഏതാണെന്ന് നോക്കുകയാണ്. സോ എല്ലാ പോയിൻറ്റ്സും നമ്മൾ ബേസ് ഇപ്പോൾ HP റെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓരോ കോർണേഴ്സായിട്ട് നേരെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക അപ് ടു ദ XY ലൈൻ. റൈറ്റ്, അപ് ടു XY ലൈൻ മീൻസ് ബേസ് ഈസ് റെസ്റ്റിംഗ് ഓൺ HP. ഓക്കെ, സോ ഓരോ കോർണേഴ്സും ഇവിടെ ആയിട്ട് വരും. ദാറ്റ് മീൻസ് ദ ഫസ്റ്റ് വൺ A'. ഓക്കെ, ഈ ഒരു പോയിന്റ് A' ആയിരിക്കും. മാത്രമല്ല കൊമ ഒരു E' കൂടെ ഉണ്ടാവും. E' കൂടെ ഉണ്ടാവും. E is hidden actually in front view. Okay, then this one will be B', comma D'. Okay, ഈ ഒരു കോർണർ എന്ന് പറയുന്നത് B' and D'. Right, then last one is C'. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ആവശ്യമുള്ളത് ആക്സിസ് ഹൈറ്റ് ആണ്. സോ ആക്സിസിൻ്റെ ഫ്രണ്ട് വ്യൂ കൂടെ ഒന്ന് വരച്ചേക്കുക. ഓക്കെ, ആക്സിസ് എന്ന് പറയുന്നത് ചെയിൻ തിൻ ലൈൻ ആയിരിക്കണം. സോ ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് ഒരു പ്രൊജക്ഷൻ ലൈൻ മാത്രമാണ്. സോ ഞാൻ ഇവിടെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുകയാണ് അപ് ടു ഹിയർ. ദെൻ ബാക്കി വരയ്ക്കാൻ പോകുന്നത് ഡെഫിനറ്റ്ലി
ചെയിൻ തിൻ ലൈൻ വെച്ചിട്ടായിരിക്കണം. ഓക്കെ.